2003 സെന്നിൻ്റെ കാർബൺ സെന്നിൻ്റെ സ്റ്റീൽ എന്ന് പറയുന്ന ലിമിറ്റഡ് എഡിഷനുമായിട്ട് ഈ ഒരു വാഹനം വന്നു. ഈ ഇറങ്ങിയതെല്ലാം 3 ഡോർ സെന്നുകളാണ്. ഇന്ന് ഞാൻ ഇരിക്കുന്നത് 2003 മോഡൽ സെന്നിലാണ്. സെൻ കാർബൺ എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്കറിയാം, സെന്നിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ് സെൻ കാർബൺ, സെൻ സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ സെൻ കാർബണും സ്റ്റീലും തമ്മിലുള്ള ഒരു വ്യത്യാസം കളറിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു സിൽവർ കളറിൽ വന്ന വാഹനം. അപ്പോൾ 1993 ഇറങ്ങിയ മാരുതി സുസുക്കിയുടെ 0 എഞ്ചിൻ നോയ്സ് സെൻ എന്ന് പറയുന്ന മോഡലിലെ വളരെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു. അതിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ 2003 കമ്പനി പുറത്തിറക്കിയത്. അത്തരത്തിലുള്ള ഒരു വാഹനവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ A to Z വർക്ക് ഇപ്പോൾ ചെയ്തു തീർത്തതാണ്. മാത്രമല്ല, ഇതിനൊരു സൺറൂഫ് കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും വാഹനത്തിൻ്റെ ഫുൾ റിവ്യൂവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ താന്നാളൂർ എന്ന സ്ഥലത്ത് Z4 ഓട്ടോമോട്ടീവ്സിന് മുന്നിലാണ്. അവരുടെ ഒരു സെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന രാജേഷാണ്. ഇത് സെറ്റ് ബോർഡിൻ്റെ പെയിൻറ്റിങ് ഏരിയയാണ്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് മാത്രമല്ല, A to Z വർക്കുകൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ സെന്നുമായിട്ട് തുടങ്ങാം. വളരെ പെട്ടെന്ന് വിറ്റഴിച്ച 600 യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം ഇറങ്ങിയത്. അതിൽ 300 എണ്ണം കാർബൺ എന്ന് പറയുന്ന കാർബൺ ബ്ലാക്ക് കളറിൽ ഇറങ്ങിയ വാഹനവും 300 എണ്ണം സ്റ്റീൽ എന്ന് പറയുന്ന മോഡൽ, അത് ഒരു സ്റ്റീൽ സിൽവർ എന്ന് പറയുന്ന കളറിലുമാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണാം. ഈ ഒരു സെൻ കാർബൺ നോക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റങ്ങൾ ഇതിന് വരുത്തിയിട്ടില്ല. ആ ഒരു സ്റ്റോക്ക് ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും ഒക്കെയാണ്. താഴെ നോക്കുകയാണെങ്കിൽ ഒരു സ്കേറ്റിംഗ്, ചെറുതായിട്ടുള്ള ഒരു ബീഡിങ് ടൈപ്പുള്ള ഒരു സ്കേറ്റിംഗ് നമുക്ക് കാണാം. സെൻട്രൽ ആ ഒരു സുസുക്കിയുടെ എംബ്ലമൊന്നുമില്ല. നല്ല ഒരു പക്കാ ഫിനിഷിങ്ങിൽ നിൽക്കുന്ന ഒരു വാഹനം. ഒരു റണ്ണിങ് കണ്ടീഷൻ അല്ലാത്തൊരു വാഹനം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 ലക്ഷത്തിൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. അലോയ് വീൽസ് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചിൻ്റെ ഒരു ലോ പ്രൊഫൈൽ ടയറോട് കൂടിയ ഒരു വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ക്ലാസിക് ടച്ചിൽ വരുന്ന അലോയ് വീൽസാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് എല്ലാം ചെയ്ത് നിൽക്കുന്ന ഒരു വാഹനം. ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാം. ഒരു പക്ക മിറർ ഫിനിഷിങ്ങിലിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. സൈഡ് മിററെല്ലാം സെന്നിൽ യൂസ് ചെയ്യുന്ന ആ ഒരു മിറേഴ്സ് തന്നെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിലാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു ഡോറാണ്. നമ്മുടെ ആ താരതമ്യേന സെന്നിനേക്കാൾ വലിപ്പം കൂടിയ ഒരു ഡോറാണ് വരുന്നത്. ബാക്കിൽ ഡോറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ബാക്കിലെ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിലും കുറച്ചൊരു വീതി കൂടിയ കുറച്ച് ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് ഒരു ഗ്ലാസ്. ആ ഒരു സെയിം വീല് തന്നെ പുറകിലും യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഏറ്റവും പുറകിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു VXI സെന്നിൽ കാണുന്ന ഒരു ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാം. ഈ ഒരു ബ്രേക്ക് ലൈറ്റ് എല്ലാം പക്ക സ്റ്റോക്ക് കണ്ടീഷനുള്ള തന്നെയാണ്. ടയറിൻ്റെ ഒരു സൈസ് നമുക്കിവിടെ നിന്ന് കാണാം. പിന്നെ ബാക്കി നമ്മൾ
അധിക മോഡിഫിക്കേഷനുകളൊന്നും ഈ ഒരു ഭാഗങ്ങളിലൊന്നുമില്ല. അതാണ് ഈ ഒരു വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ ആ സ്റ്റോക്കിലിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലാസ് വാഷർ ഇതിന് വരുന്നുണ്ട്. ആ ഒരു ബ്ലാക്കിൻ്റെ ഇത് കാരണമാണ് നമുക്ക് ചെറിയ പൊടികൾ പോലും ഇങ്ങനെ എടുത്ത് കാണിക്കും. ഇത് തന്നെ ഒരു പെയിൻറ്റ്, നമ്മുടെ ബോഡി കളറിലുള്ള ഒരു പെയിൻറ്റ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് മ്യൂസിക് സിസ്റ്റമാണ്. ഇതിൽ പവർ ബാസിൻ്റെ സബ് വൂഫറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1200 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയറും കണക്ട് ചെയ്തിട്ടുണ്ട്. 3 ഡോർ എന്ന് പറയുന്ന ആ മൂന്നാമത്തെ ഡോറ്, ബാക്കിലെ ആ ഡോറ് തുറക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോറേജ് സ്പേസ് മുഴുവനായിട്ട് മ്യൂസിക് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. വലിയ ഒരു വൂഫറും 2 സൈഡിലെ സ്പീക്കറുമായിട്ട് അറേഞ്ച് ചെയ്തത്. ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന ഏരിയ ഒക്കെ വരുന്നത്. 35 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഫ്യൂവൽ ടാങ്കാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പിന്നെ ഈ ഒരു ഉള്ളിലേക്ക് കയറുന്ന സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, നല്ല സ്പേസിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റ് ഫ്രണ്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് നല്ല രീതിയിൽ കൂളായിട്ട് നമുക്ക് കയറിയിരിക്കാം. പക്ഷേ മെയിൻ ഒരു പ്രശ്നം വരുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം. പക്ഷേ ഇതാണ് ഒരു സ്റ്റൈല്. 2 വിൻഡോയും പവർ വിൻഡോ ആണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഈ കാണുന്ന എൻജിൻ മുഴുവനായിട്ട് വർക്ക് ചെയ്തെടുത്തൊരു എൻജിനാണ്. ഈ ഒരു വാഹനത്തിന് വരുന്ന പെട്രോൾ എൻജിൻ 993 cc എൻജിനാണ്. മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60 PS അറ്റ് 6000 RPM. മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 78 Nm അറ്റ് 4500 RPM. ഈ ഒരു കാർബണിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ നോക്കാം നമുക്ക്. ND എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റിയറിംഗ് വീല് യൂസ് ചെയ്തിരിക്കുന്നു. വേറെ വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ ഡാഷ്ബോർഡിൽ കാണാനൊന്നുമില്ല. പിന്നെ ഒരു സോണിയുടെ പ്ലെയർ, നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് സിസ്റ്റം ഈ ഒരു വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ വെബ്സ്റ്റോ കമ്പനിയുടെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന സൺറൂഫ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല ഒരു സീറ്റിംഗ് ആണ് ഇത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺറൂഫാണിത്. ഇതുവരെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. സാധാരണ സൺറൂഫ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീക്കാണ് നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. താഴെയായിട്ട് സ്പാർക്കോയുടെ ഒരു പെഡലുകളിൽ വയ്ക്കുന്ന കവറിങ് വരുന്നുണ്ട്. കേസിങ് സ്പാർക്കോയുടെ തന്നെയാണ്. നമ്മുടെ ഗിയർ ലീവറിൽ വരുന്ന നോബും വെച്ചിരിക്കുന്നു. പിന്നെ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഭാഗത്തായിട്ട് 2 പവർ വിൻഡോയുടെ സ്വിച്ച് കാണാം. 2 ഡോറുകൾ വരുന്നതുകൊണ്ട് തന്നെ 2 ഡോറും പവർ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ പുറകിലെ ഗ്ലാസ് ഉണ്ടല്ലോ, നമുക്കിവിടെ വേണമെങ്കിൽ തുറക്കാവുന്ന രീതിയിലാണ്. ഫുള്ളായിട്ട് തുറക്കാൻ പറ്റില്ല, കുറച്ച് കാറ്റ് കയറുന്ന രീതിയിൽ നമുക്ക് തുറന്ന് വയ്ക്കാം. പക്ഷെ നല്ല വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നൊരു മിറർ ഗ്ലാസ്സാണ് ബാക്കിലുള്ള. നല്ല വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഗ്ലാസ്സാണ്. സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാം. കയറാനും ഇറങ്ങാനും കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതൊന്ന് മുന്നിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ബാക്ക് സീറ്റിലാണ്. കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ സെന്നിൻ്റെ ആ ഒരു സെയിം സീറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്.
വണ്ടിയുടെ സീറ്റിൻ്റെ അപ്പോളിസ്റ്ററി എല്ലാം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ റെഡ് സ്റ്റിച്ചിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്, ഒരു നല്ല കുഷനോട് കൂടി. വണ്ടിയുടെ ഏറ്റവും താഴെയുള്ള മാറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു തിക്നെസ് ഉള്ള ഒരു മാറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി മാറ്റുമാണ്. അത്യാവശ്യം നല്ല തിക്നെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് ആവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പേടിക്കാൻ വേണ്ട. എനിക്ക് തോന്നുന്നു നല്ലൊരു ഡ്യൂറബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാറ്റ്. അപ്പോൾ നമുക്ക് കാർബൺ ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മുടെ മാരുതി സുസുക്കി പറയുന്ന പോലെ 0 എഞ്ചിൻ നോയ്സ് തന്നെയാണ്. എക്സോസ്റ്റിന്റെ സൗണ്ട് നമുക്ക് ഈ ഒരു ഇത് കാരണം ഉള്ളിലേക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് മാത്രം. ഈ ഒരു വണ്ടിക്ക് സുസുക്കി കൊടുത്തിരിക്കുന്ന 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. നമ്മുടെ നോർമൽ സെൻ തന്നെയാണ് ആക്ച്വലി. ഈ ഒരു ഉള്ളും എഞ്ചിനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു പൊതുവെ നമ്മൾക്ക് ഒരു കാണുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 ഡോറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വാഹനം വർക്ക് ചെയ്ത ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാം. ഏതായാലും ഒരു റണ്ണിങ് കണ്ടീഷൻ അല്ലാത്തൊരു വണ്ടി ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്ത ഒരു വർക്കാണ് ഇത്.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വേറൊരു വണ്ടിയുമായിട്ട് നമുക്ക് കാണാം. ബൈ.